2025 ജനുവരി 30 അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റ് വെറും 10 ദിവസങ്ങൾ മാത്രം പിന്നിടുന്നു. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ അന്ന് നടന്ന രഹസ്യ ചർച്ച കേവലം ഒരു നയതന്ത്ര യോഗമായിരുന്നില്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്ന തീരുമാനങ്ങളുടെ കളരിയായിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുവാൻ ട്രംപ് ഹിസ്റ്റോറിക് പീസ് ഡീൽ എന്ന പദ്ധതി അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ന്യൂയോർക്ക് ടൈംസ് മാധ്യമപ്രവർത്തകരായ മാഗി ഹെബർമാനും ജോണതൻ സ്വാനും ചേർന്നെഴുതിയ റെജിം ചേഞ്ച് ഇൻസൈഡ് ദ ഇംപീരിയൽ പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന പുതിയ പുസ്തകമാണ് ലോകത്തെ ഞെട്ടിച്ച ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. റഷ്യ യുക്രൈൻ പ്രത്യേക ദൂതൻ ലഫ്റ്റനന്റ് ജനറൽ കീത്ത് കെല്ലോഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ആ ചർച്ചയിൽ സമാധാന സേനയായി ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഡച്ച് സൈനികരെ വിന്യസിക്കുവാനാണ് കെല്ലോഗ് നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പുതിയ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചു. യൂറോപ്യൻ സമാധാന സേനയെ വിന്യസിക്കുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കുമെന്നും നാറ്റോയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് സമാധാന സേനയെ കണ്ടെത്തണമെന്നും JD വാൻസ് വാദിച്ചു. അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ സൈനികർക്ക് പകരം മറ്റാരുടെയെങ്കിലും ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാനം കെട്ടിപ്പടുക്കുക എന്ന അപകടകരമായ തന്ത്രമായിരുന്നു, ആ തന്ത്രത്തിന്റെ തുടക്കമായിരുന്നു അത്. JD വാൻസിന്റെ ഈ നീക്കത്തിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു കുരുട്ടുബുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ട്. നാറ്റോ സൈന്യം യുക്രൈൻ അതിർത്തിയിൽ നിൽക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണെന്ന് JD വാൻസ് കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡീനാറ്റോയിസിംഗ് എന്ന തന്ത്രത്തിലൂടെ റഷ്യയ്ക്ക് വിശ്വാസമുള്ള, അതേസമയം സൈനികമായി കരുത്തുള്ള മറ്റൊരു രാജ്യം സമാധാന സേനയുടെ ചുമതല ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇവിടെയാണ് അദ്ദേഹം ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് റഷ്യയുമായി ദീർഘകാലമായുള്ള സൗഹൃദവും ആഴത്തിലുള്ള പ്രതിരോധ ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികരെ റഷ്യ ആക്രമിക്കില്ല എന്നും മോസ്കോയ്ക്ക് ഈ നീക്കം കൂടുതൽ സ്വീകാര്യമാകുമെന്നും JD വാൻസ് കണക്കുകൂട്ടി. എന്നാൽ അതിനെ കേവലം ഒരു തന്ത്രമായി കാണുന്നതിനേക്കാൾ യുദ്ധത്തിന്റെ അപകട സാധ്യതകൾ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് ചെയ്യുവാനുള്ള ഒരു കുടിലതന്ത്രമായി വേണം നമ്മൾ വിലയിരുത്തുവാൻ. പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ സൈനികരുടെ ജീവൻ പണയപ്പെടുത്തുക എന്നതായിരുന്നു JD വാൻസിന്റെ ഈ നയതന്ത്ര ബുദ്ധിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. വാൻസിന്റെ ഈ അമ്പരപ്പിക്കുന്ന നിർദ്ദേശം കേട്ടപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്കാർ അത് ചെയ്യില്ല, അത്തരമൊരു കാര്യത്തിന് അവർ പണം മുടക്കുകയില്ല എന്നായിരുന്നു ട്രംപിന്റെ തൽക്ഷണ മറുപടി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തന്റെ വ്യക്തിപരമായ സൗഹൃദത്തെക്കുറിച്ച് പരാമർശിച്ച ട്രംപ് വാൻസിന്റെ ഈ പദ്ധതി രാഷ്ട്രീയമായ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ട്രംപ് തള്ളിക്കളഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ പരിഗണിക്കാതെ അവരെ കേവലം ഒരു ഉപകരണമായി ഉപയോഗിക്കാമെന്ന വാൻസിന്റെ സൈദ്ധാന്തികവും റിയാലിസവും ട്രംപിന്റെ കച്ചവടക്കണ്ണോടെയുള്ള നയതന്ത്ര ബോധ്യവും തമ്മിലുള്ള വലിയ അന്തരമാണ് ഇവിടെ പ്രകടമായത്. സമാധാനം എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലാഭനഷ്ടങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ട ഒരു പണമിടപാടാണ്. പണം മുടക്കാൻ തയ്യാറല്ലാത്ത ഇന്ത്യയെ ഇത്തരമൊരു അപകടത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് അസാധ്യമാണെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഈ നിർദ്ദേശത്തിന് പിന്നിലെ ധാർമ്മികമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ ആശങ്കകളാണ് ഉയരുന്നത്. യൂറോപ്പിന്റെ സുരക്ഷാ പരാജയത്തിന്റെ ആഘാതം എന്തിനാണ് മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ള രാജ്യം ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. JD വാൻസിന്റെ ഈ ചിന്താഗതി ഇന്ത്യൻ സൈനികരെ വെറും വാടക സൈനികരായോ അല്ലെങ്കിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ ഒരു ബഫർ സോണായോ കാണുന്നതിന് തുല്യമാണ്. അതിശക്തമായ ഷെൽ ആക്രമണങ്ങളും ആധുനിക ആയുധങ്ങളും ഉപയോഗിക്കുന്ന ഒരു യുദ്ധമേഖലയിലേക്ക് ഇന്ത്യൻ സൈനികരെ തള്ളിവിടുന്നത് വഴി നാറ്റോ സൈന്യത്തിന്റെ അപകട സാധ്യത ഒഴിവാക്കുക എന്ന സ്വാർത്ഥത ഇതിൽ നിഴലിക്കുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിലെ സൈനികരെ ബലിമൃഗങ്ങളാക്കി നിർത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷിതരായി മാറി നിൽക്കുന്ന ഈ രീതി അല്ലെങ്കിൽ ഈ ചിന്താഗതി JD വാൻസിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ ക്രൂരത തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പാശ്ചാത്യർ വരുത്തിവെച്ച വിനയ്ക്ക് പരിഹാരമായി ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവൻ ബലി നൽകാമെന്നത് എത്രത്തോളം വികലമായ ചിന്താഗതിയാണ്. JD വാൻസ് വെറുമൊരു വൈസ് പ്രസിഡന്റ് മാത്രമല്ല, മറിച്ച് 2028 ട്രംപിന്റെ പിൻഗാമിയായി അമേരിക്കയെ നയിക്കാൻ മോഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാതോലിക വിശ്വാസത്തിലേക്കുള്ള തന്റെ മാറ്റത്തെക്കുറിച്ച് കമ്മ്യൂണിയൻ എന്ന പുതിയ പുസ്തകം രചിച്ച വാൻസ് തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നടത്തുന്നത്. താൻ എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ മാത്രമേ അത് ചെയ്യൂ എന്ന ശൈലിയാണ് വാൻസിന്റേത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാഗ പ്രസ്ഥാനത്തിന്റെ അവകാശിയായി സ്വയം പ്രതിഷ്ഠിക്കുമ്പോഴും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പോലെയുള്ള കരുത്തരായ എതിരാളികളെ വാൻസിന് നേരിടേണ്ടതുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഇത്രത്തോളം നിസ്സാരമായും സൈനികരുടെ ജീവനെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ സൈനികരുടെ ജീവനെ ഇത്രത്തോളം വില കുറച്ച് കാണുന്ന ഒരാൾ നാളെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറിയാലുള്ള അവസ്ഥ നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സൈനികരെ വെറും ചതുരംഗ പലകകളിൽ ആയി കാണുന്ന ഒരു വ്യക്തി നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അത് ലോക സമാധാനത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സമാധാനം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിലും
അത് ആരുടെ ചെലവിൽ വേണം എന്നതാണ് പ്രധാന ചോദ്യം. ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ലോകം തന്നെ അംഗീകരിച്ചതാണ്. ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇന്ത്യ എന്നും ആഗ്രഹിക്കുന്നത്. എന്നാൽ വാൻസിനെ പോലെയുള്ള നേതാക്കളുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലെ ഒരു കരുവാകുവാൻ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഒരിക്കലും തയ്യാറല്ല എന്ന ട്രംപിന്റെ മറുപടി തന്നെയാണ് ഇവിടെ ശ്രദ്ധേയം. ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മറ്റാരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒന്നല്ല എന്ന് JD വാൻസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഇനിയെങ്കിലും മനസ്സിലാക്കണം. മറിച്ച് സ്വന്തം താല്പര്യങ്ങളും ലോക നന്മയും മുൻനിർത്തിയുള്ള സ്വതന്ത്രമായ പാതയാണ് ഇന്ത്യയുടേത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ പാശ്ചാത്യ ശക്തികളുടെ പരീക്ഷണശാലകളിലെ വെറും ബദൽ മാർഗങ്ങളായി മാറേണ്ടവരല്ല എന്ന് പാശ്ചാത്യ ലോകം മനസ്സിലാക്കണം. തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ മറ്റുള്ളവരുടെ ജീവൻ പണയപ്പെടുത്തുന്ന ഇത്തരമൊരു കുടിലതന്ത്രത്തെ തിരിച്ചറിയുകയും അതിനെതിരെ സ്വതന്ത്രമായ നയതന്ത്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വരും കാലങ്ങളിൽ പിന്തുടരേണ്ട ശരിയായ രീതി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.